നെക്സ്റ്റ് മണി എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ അഡീഷൻ പഠിച്ചു, സബ്ട്രാക്ഷൻ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മണി. എന്താണ് മൾട്ടിപ്ലിക്കേഷൻ? നമ്മൾ സാധാരണ മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചതാണ്. 5 into 10 എന്ന് പറഞ്ഞാൽ 50 ആണെന്ന് നമുക്കറിയാം. അതുപോലെ 2 into 20 എന്ന് പറഞ്ഞാൽ എന്താണ്? 40. മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമുക്കിവിടെ റുപ്പീസിൻ്റെ കേസിലാണെന്ന് മാത്രം. അപ്പോൾ റുപ്പീസ് 5 into റുപ്പീസ് 2 എന്ത് വരും? നമ്മൾ സംഖ്യകളാണ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 5 into 2 10. നമുക്ക് റുപ്പീസിന്റെ കേസിലാണ് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പം നമ്മുടെ ആൻസറിൽ എന്തുകൊണ്ടായിരിക്കും? റുപ്പീസ് 10 എന്നുകൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി. അപ്പോൾ നമുക്ക് റുപ്പീസ് എന്നുള്ള രൂപത്തിൽ മൾട്ടിപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? സംഖ്യകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 5 into 2 10. എന്നിട്ട് നമ്മുടെ ആൻസറിന്റെ കൂടെ എന്ത് വേണം? റുപ്പീസ് എന്നും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ റുപ്പീസ് 10 എന്ന് കിട്ടി കഴിഞ്ഞാൽ 5 into 2 എന്നുള്ളതിന്റെ ആൻസർ ആയി. ഇനി നമുക്ക് നെക്സ്റ്റ് ഒന്ന് നോക്കാം. റുപ്പീസ് 450 into 2. 450 into 2 നമ്മൾ സാധാരണ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യാറുള്ളത്? 450 into 2 മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 2 into 0 0. 2 into 5 10. 10ന് 0 1. 2 into 4 8. 8ഉം 1ഉം 9. പിന്നെ നമുക്ക് എന്ത് ആൻസർ കിട്ടി? 900 എന്ന ആൻസർ കിട്ടി. 450 into 2 എന്ന് പറഞ്ഞാൽ 900 ആണ്. നമുക്ക് റുപ്പീസ് 450 into 2 എന്നല്ലേ? നമുക്ക് 450 രൂപ 2 പ്രാവശ്യം അല്ലെങ്കിൽ 450 രൂപയുടെ സാധനം നമ്മൾ 450 രൂപയുള്ള സാധനങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര കൊടുക്കേണ്ടി വരും? അങ്ങനെയാണ് നമ്മുടെ റുപ്പീസിന്റെ കണക്കിൽ വരുന്നത്. അപ്പൊ ഈ 900 ആണെന്ന് നമുക്കറിയാം. അപ്പം എന്ത് വേണം? നമുക്ക് 900 റുപ്പീസ് കൊടുക്കണം. അപ്പൊ നമ്മുടെ ആൻസറിൽ എന്ത് വേണം? റുപ്പീസ് 900. ഓക്കെ, 450 രൂപ വരുന്ന 2 സാധനങ്ങൾ നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ റുപ്പീസ് 900 രൂപ നമ്മൾ കൊടുക്കും. അപ്പോൾ റുപ്പീസ് 900 എന്നാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 3421 into 6 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം നമുക്ക്. 3421 into 6. 6 into 1 6. 6 into 2 12. 12ന് 2. ബാലൻസ് 1. 6 into 4 24. 24 plus 1 25. നമ്മൾ 5 ഇട്ടു. ഇനി 2. 6 into 3 18. 18 plus 2 20. നമുക്ക് എന്താ ആൻസർ വരും? 20,526 എന്ന് വന്നു അല്ലേ? 20,526 എന്ന് വന്നു. നമുക്ക് 3421 into 6 ചെയ്തപ്പോൾ 20,526 വന്നു. നമ്മളോട് ചോദിച്ചത് എന്തായിരുന്നു? റുപ്പീസ് 3421നെ 6 ടൈംസ് ആണെങ്കിൽ നമ്മുടെ ആൻസറിൽ എന്താ ആഡ് ചെയ്ത് കൊടുത്താൽ മതി? റുപ്പീസ് 2526 എന്നായ നമ്മുടെ ആൻസർ ആയി. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ. നോക്കാം, ഒന്നുകൂടി നോക്കാം. 4th one 8123. 8123 into 9 എന്നാണ് തന്നിരിക്കുന്നത്. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 8123 into 9. 3 into 9 27. 27 ആകുമ്പോൾ 7 balance 2. 2 into 9 18. 18 plus 2 22 balance 2. 1 into 9 9. 9 plus 2 11. 11 1 balance 1. 8 into 9 72. 72 plus 1 73. അപ്പം നമുക്ക് എന്ത് വന്നു? 73,107. 73,107 എന്ന് വന്നു. നമുക്ക് എന്തിൽ വേണം? റുപ്പീസിൽ വേണം. അപ്പം നമുക്ക് എങ്ങനെ കൊടുക്കാം? റുപ്പീസ് 73,107. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡെസിമൽ ഉള്ളത് മൾട്ടിപ്ലൈ ചെയ്യാൻ എങ്ങനെയാണെന്ന് നോക്കാം. 4 into 0. 4 into 0 0. 4 into 5 20. 20 ആകുമ്പോൾ നമ്മൾ 0 ഇട്ടു 2. 4 into 0 0. ഓൾറെഡി ഇവിടെ 2 ഉണ്ടായിരുന്നു, അത് ഇട്ട് കൊടുത്തു. 2
സ്ഥാനം കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ എന്തുണ്ടായിരുന്നു പോയിന്റ്. ആ പോയിന്റ് നമ്മൾ ഇട്ട് കൊടുക്കണം. ഇനി 4 × 3 3 × 4 12 12ന് 2 ശിഷ്ടം 1 4 × 7 28 28 1 29 9 ബാലൻസ് 2 4 × 6 4 × 6 24 24 പ്ലസ് 2 26 ഉണ്ടോ. ഡെസിമലുള്ള ടേമിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്ത് വന്നു? എത്ര സംഖ്യകൾക്ക് ഡെസിമൽ ഉണ്ടോ അത്രയും സംഖ്യകളെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ എന്തിട്ട് കൊടുത്തു? പോയിന്റ് ഇട്ട് കൊടുത്തു. അപ്പോൾ 4 × 0 0 4 × 5 20 20ക്ക് 0 2. അപ്പോൾ അവിടെ പോയിന്റ് ആയിരുന്നു. നമ്മൾ 2 സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ട് കൊടുത്തു. 4 × 0 0 ഓൾറെഡി ഉള്ള 2 ഉണ്ടായിരുന്നു. ആ 2 4 × 3 12 12 2 balance 1 6 × 7 × 4 28 28 plus 1 29 2 6 × 4 24 24 plus 2 26. അപ്പോൾ 26,922 എന്ന് ആൻസർ കിട്ടി. നമുക്ക് റുപ്പീസ് 6,730.50 × 4 എന്നാണ് ചോദിക്കുക. അപ്പോൾ നമ്മുടെ ആൻസറിൽ നമ്മൾ എന്ത് കൊടുക്കണം? റുപ്പീസ് 26,922.00 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റുപ്പീസ് തന്നെയാണ്. റുപ്പീസ് 26,922. നമുക്ക് റുപ്പീസ് പോയിന്റിന് ശേഷം സീറോസ് ആണെങ്കിൽ ഇത് നമുക്ക് റുപ്പീസ് ഇങ്ങനെ പറഞ്ഞാലും മതി. പോയിന്റിന് ശേഷം വേറെ നമ്പർ ആണെങ്കിൽ കമ്പൽസറി ആയിട്ട് ആ നമ്പറിന് പ്രാധാന്യമുണ്ട്. എങ്കിൽ കൂടി നമ്മൾ എന്ത് ചെയ്തു? പോയിന്റ് ഇട്ടിട്ട് 2 സീറോസ് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഡെസിമൽസിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് 2 സംഖ്യകളെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിപ്പോൾ സിംഗിൾ ആയിട്ടുള്ള സംഖ്യകളെ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. 2842 × 12 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2842 × 12 2 × 2 4 2 × 4 8 2 × 8 16 16 6 balance 1 2 × 2 4 4 × 4 plus 1 5 ഉണ്ടോ. 2 × 2 4 2 × 4 8 2 × 8 16 16 6 1 2 × 2 4 4 plus 1 5 കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് ഒന്നുകൂടി ഉണ്ട്. 1 × 2. ഇപ്പോൾ പൊസിഷൻ കറക്റ്റ് ചെയ്യണം. 1 × 2 2 എവിടെയാണ് ഇടേണ്ടത് അറിയില്ലേ? 1 × 2 2 1 × 4 4 1 × 8 1 × 8 8 1 × 2 2 ഒന്നുകൂടി നോക്കാം. 1 × 2 2 1 × 4 4 1 × 8 8 1 × 2 2. ഇനി നമുക്ക് ആഡ് ചെയ്യണം അല്ലേ? 2 ടേംസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താവും? അഡീഷനും കൂടി ഉണ്ടാവും. 4 8 plus 2 10 10 ന് 0 1 6 plus 4 10 10 plus 1 11 1 1 5 plus 1 6 6 plus 8 14 14 4 1 1 plus 2 3. എന്ത് കിട്ടി നമുക്ക് ആൻസർ? 34104 ഉണ്ടോ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 2 സംഖ്യകളെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതിനുശേഷം എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ആ ഒരു കേസും കൂടിയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടി? 34,104 എന്ന് കിട്ടി. ഏത്? 2842 × 12 ചെയ്തപ്പോൾ നമുക്ക് റുപ്പീസ് എന്നുള്ള കേസിലല്ലേ ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ ആൻസറിൽ എന്ത് എഴുതുക? റുപ്പീസ് 34,104 ആൻസറായി. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഡെസിമൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അതുപോലെ 2 സംഖ്യകളെ കൊണ്ട് 3 സംഖ്യകളെ കൊണ്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുന്ന കേസിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓരോ സംഖ്യകളെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ആഡ് ചെയ്തിട്ട് ആൻസറിലേക്ക് എത്തിക്കാം. ഓക്കെ, അപ്പം മൾട്ടിപ്ലിക്കേഷൻ മക്കൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്കുള്ള ഹോംവർക്കുകളാണ്. നെക്സ്റ്റ് നമുക്ക് ഡിവിഷൻ ഓഫ് മണി. നമ്മൾ അഡീഷൻ പഠിച്ചു,
സബ്ട്രാക്ഷൻ പഠിച്ചു, മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചു. നെക്സ്റ്റ് എന്താണ്? ഡിവിഷൻ ഓഫ് മണി. ഡിവൈഡ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് മുമ്പ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ₹2612 ഡിവൈഡഡ് ബൈ 2. നമ്പർ ഡിവൈഡ് ചെയ്യാൻ നമ്മൾ സാധാരണ എങ്ങനെയാണ് നമ്പർ ഡിവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ ഡിവൈഡ് ചെയ്യാൻ പോവാണ്. 2612 ഡിവൈഡഡ് ബൈ 2. 2 2 ഒരു പ്രാവശ്യം, 2 2 - 2 0, 6 താഴോട്ടിട്ടു. 6 2 3 ടൈംസ്, 2 × 3 6, 0 1 താഴോട്ടിട്ടു. 1 2 പോവോ? 1 നമുക്ക് 2 പറ്റില്ല. അപ്പം എന്ത് ഇട്ട് കൊടുക്കണം? ഇവിടെ 0 ഇട്ട് കൊടുക്കണം. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെയുള്ള കേസുകൾ നമുക്ക് തെറ്റാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ താഴോട്ട് ഇട്ടിട്ട് അതിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത കേസാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിൽ എന്തിട്ട് കൊടുക്കണം? 0 ഇട്ട് കൊടുക്കണം. അപ്പോൾ പോവില്ല, 0 ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? തൊട്ടടുത്ത നമ്പർ ഇറക്കിയിടാം. അപ്പോൾ തൊട്ടടുത്ത നമ്പർ താഴോട്ടിട്ടു. അപ്പോൾ ഇതെന്തായി മാറി? 12. 12 2 6 ടൈംസ്. അപ്പോൾ 2 × 6 12 എന്ത് വന്നു? 12 0. റിമൈൻഡർ നമുക്ക് 0 വന്നു. എങ്ങനെയാണ്? 2612 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 2 2 1 ടൈംസ്, 2 2 - 2 0, 6 താഴോട്ടിട്ടു. 6 2 3 ടൈംസ്, 2 × 3 6, 6 നിന്ന് 6 പോയാൽ 0, 1 താഴോട്ടിട്ടു. 1 2 പോവില്ലേ, നമ്മൾ എന്തിട്ട് കൊടുത്തു? ഇവിടെ 0 ഇട്ട് കൊടുത്തു. 2 കൂടി താഴോട്ടിട്ടു. 12 ആയി മാറി. 12 2 6 ടൈംസ്, 2 × 6 12, 12 - 2 0. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. ഇനി നമുക്ക് ആൻസർ എന്ത് വന്നു? 1306 റുപ്പീസ്. 1306. ഇനി നമുക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന കേസിൽ മുമ്പത്തെ ചാപ്റ്ററിലൊക്കെ കോഷ്യൻ്റ് ഏതാണ്, റിമൈൻഡർ ഏതാണെന്നൊക്കെ എടുത്ത് ചോദിക്കാറുണ്ട്. അങ്ങനെ പ്രത്യേകം ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് പറയാം? കോഷ്യൻ്റ് ഈക്വൽ ടു 1306 എന്ന് പറയാം. റിമൈൻഡർ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയാം? റിമൈൻഡർ ഇവിടെ 0 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കോഷ്യൻ റിമൈൻഡർ എടുത്ത് ചോദിക്കുകയാണെങ്കിൽ കോഷ്യൻ്റ് 1306 എന്ന് എടുത്ത് എഴുതണം. റിമൈൻഡർ എന്തെടുത്ത് എഴുതണം? 0 എന്നും എടുത്ത് എഴുതണം. നമുക്കിവിടെ ഡിവൈഡ് ചെയ്യാം. റുപ്പീസ് ഇത് ഡിവൈഡ് ചെയ്യാനാണ്. അപ്പോൾ ഇതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആൻസർ ഇതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. കോഷ്യൻ്റ് റിമൈൻഡറും എടുത്ത് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകം തന്നെ ഇങ്ങനെ എടുത്ത് കാണിക്കണം. റിമൈൻഡർ 0 എന്ന് കാണിക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ ഒന്നുകൂടി നോക്കാം. 5814 ഡിവൈഡഡ് ബൈ 6. 5814 ഡിവൈഡഡ് ബൈ 6. നോക്കൂ, നമുക്ക് 5 ആണ് ഇവിടെ എടുക്കുന്നത് വെച്ചാൽ 5നെ 6 കൊണ്ട് പറ്റുമോ? ഇല്ല. അപ്പം നമ്മൾ എന്തെടുക്കുന്നതാണ്? 58. 58ൽ 6 എത്ര ടൈംസ് ആണ്? 9 ടൈംസ് അല്ലേ? 9 ടൈംസ്. 9 × 6 54. 8ൽ നിന്ന് 4 പോയി കഴിഞ്ഞാൽ 4. 4ൽ 6 പോവില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തു? 1 ഇറക്കിയിട്ടു. 41ൽ 6 എത്ര ടൈംസ് ആണ്? 1 × 6 6, 2 × 6 12, അങ്ങനെ നോക്കി. അപ്പോൾ നമുക്ക് എന്ത് വന്നു? 41 ആണ്. 41ൽ 6 എത്ര ടൈംസ് ആയിരുന്നു? 6 ടൈംസ്. 6 × 6 36 അല്ലേ? നമ്മൾ 7 എടുക്കുകയാണെങ്കിൽ എന്ത് വരും? 42 വരും. 42 ഇവിടെ പറ്റുമോ? ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ 6 എടുത്തത്. 6 × 6 36. 41ൽ നിന്നും 36 സബ്ട്രാക്ട് ചെയ്യണം. എന്ത് വരും? 11ൽ നിന്നും 6 പോയി കഴിഞ്ഞാൽ, 11ൽ നിന്നും 6 പോയി കഴിഞ്ഞാൽ എത്ര വരും? 5 അല്ലേ? 11ൽ നിന്നും 6 പോയി കഴിഞ്ഞാൽ 5. ഇവിടുന്ന് നമ്മളൊന്നും എടുത്തില്ലേ അങ്ങോട്ട്. അപ്പോൾ 3ൽ നിന്ന് 3 പോയി കഴിഞ്ഞാൽ 0. അപ്പോൾ ഒന്നുമില്ല. ഇനി നമുക്ക് 4 താഴോട്ടിട്ടു. 54. 54ൽ 6 എത്ര ടൈംസ് ആണ്? 9. 9 × 6 54. ഓൾറെഡി നമ്മൾ ചെയ്തതാണ് അല്ലേ? 9 × 6 ആണ് 54 വരുന്നത്. 54ൽ നിന്നും 54 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് വന്നു? നമ്മുടെ കോഷ്യൻ്റ് 969 എന്ന് വന്നു. ഇനി റിമൈൻഡറും കോഷ്യൻ്റ് എടുത്ത് ചോദിക്കുകയാണെങ്കിൽ റിമൈൻഡർ എന്താണ് വരുന്നത്? 0. കോഷ്യൻ്റ് 969. പിന്നെ നമുക്കിവിടെ ആൻസർ ₹969 എന്ന് എഴുതാം. ഇങ്ങനെയാണ് നമ്മുടെ ഡിവിഷൻ വരുന്നത്. റുപ്പീസ് മണിയുടെ കേസിൽ ഡിവിഷൻ വരുന്നത് ഇങ്ങനെയാണ്. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട്. ഇനി നമുക്ക് മക്കൾക്കുള്ള ഹോംവർക്കുകളാണ്. 3644 ഡിവൈഡഡ് ബൈ 4. റുപ്പീസ് 5840 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ചെയ്തോളൂല്ലോ.